ഓപ്പറേഷൻ്റെ തലേ ദിവസം ഡോക്ടർ ആ ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞു. വിശ്വാസത്തിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. ഡോക്ടർ പറഞ്ഞു, എന്നെ പേരാ വിളിച്ച്, ജയമോഹൻ, വി ആർ ഹെൽപ്ലെസ്. 80% നമ്മൾ സർജറി ചെയ്താലും കുഞ്ഞ് രക്ഷപ്പെടത്തില്ല. 20% മാത്രമേ നമുക്കുള്ളൂ. ഞാൻ ഡോക്ടറിനോട് കൈകൊണ്ട് കാണിച്ചു, ഡോക്ടറെ ഒരു നിമിഷം എൻ്റെ ഉടമ്പടി കാശുരുവെടുത്ത് കൈവെള്ളയിൽ തിരികെ പിടിച്ചുകൊണ്ട് ഏങ്ങിയാണ് പറഞ്ഞത്, എൻ്റെ അമ്മയെ നീ മാത്രമേ ഉള്ളൂ. എന്നിട്ട് അമ്മ തോന്നിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴെൻ്റെ നാവിൽ നിന്ന് ഡോക്ടറിൻ്റെ അടുത്ത് വന്നു. അത് അവർ മെഡിക്കൽ കോൺഫറൻസ് കഴിഞ്ഞാണ് വന്നിരിക്കുന്നത്. സർജനുണ്ട്, പെർനറ്റോളജി ഹെഡുണ്ട്, പീഡിയാട്രിക് ഡോക്ടറുണ്ട്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ 20% ഡോക്ടറിൻ്റെ വക്കലുണ്ടല്ലോ, ബാക്കി 80%വുമായി ഒരാൾ തിയേറ്ററിലുണ്ടാകും. ഡോക്ടർ വണ്ടടിച്ച് പരസ്പരം നോക്കുക, ധാരാ. ഞാൻ ഉടമ്പടി കാശുരവും കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അമ്മ. 20% എൻ്റെ കുഞ്ഞിനെ രക്ഷയുമായി അമ്മ തിയേറ്ററിൽ ഉണ്ടാകും ഡോക്ടറെ. ഡോക്ടർ എന്നെ തട്ടിയിട്ട് പറഞ്ഞു, കൂടെ പോരും. വെന്റിലേറ്റർ ട്രോളിയാ. എന്നോട് പറഞ്ഞു, ആരെയും കൊണ്ടുപോകില്ല. എന്നോട് പറഞ്ഞു, കൂടെ പോരുന്നു. ഡോക്ടറെ, എനിക്കൊരു പെർമിഷൻ കൂടെ വേണം. ഈ ട്രോളി ലിഫ്റ്റ് ഇറങ്ങി അവിടെ തിയേറ്ററിൻ്റെ അവിടെ ചെല്ലുന്നത് വരെ എനിക്ക് കുഞ്ഞിൻ്റെ ട്രോളിയുടെ മുകളിൽ ഈ ഉടമ്പടി കാശുരൂപം പിടിച്ച് കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ഒച്ചത്തിൽ, ഞാൻ മാത്രം കേൾക്കണതിനേക്കാൾ ഒരല്പം ഒച്ചത്തിൽ എനിക്ക് ചൊല്ലണം, എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തു. ഞാൻ അവിടെ നിന്ന് തിയേറ്റർ വരെ എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശടയാളം വരച്ച് എൻ്റെ കുഞ്ഞിനെ യാത്രയാക്കി. തിയേറ്ററിൻ്റെ കവാടം തുറന്ന് 8.5 മണിക്കൂർ നീണ്ട സർജറിക്ക് ശേഷം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് പീഡിയാട്രിക് സർജൻ മോഹൻ സാറ് പുറത്തു വന്നു. എൻ്റെ 2 കരവും പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ആ ഒരു വാക്കുണ്ടല്ലോ, 80% രക്ഷയുമായി എൻ്റെ അരികിലുണ്ടാവുമെന്ന്, എനിക്കത് ഫീൽ ചെയ്തു. എന്തൊരു പോസിറ്റീവ് എനർജി ആയിരുന്നറിയാമോ എനിക്ക് സർജറിയുടെ സമയത്ത്. സർജറി സക്സസ്സാ. പരിശുദ്ധ അമ്മയ്ക്ക് വാക്കുകളില്ല നന്ദി പറയാൻ. ഞാൻ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട്, ഇതെൻ്റെ അമ്മ വീടാണ്. അമ്മ വീട്ടിൽ മക്കളെപ്പോഴും സുരക്ഷിതരാണ്. എന്നൊക്കെ എൻ്റെയും എൻ്റെ കുടുംബത്തിലും തകർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? കൃപാസന ഉടമ്പടിയുടെ അടിസ്ഥാന ശിലയായ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ അക്ഷരം പ്രതി അമ്മ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 2018 മുതൽ ജൂലൈ 26 ഉടമ്പടി എടുത്ത് നാളിതുവരെ അമ്മയുടെ കരം പിടിച്ച് കൂടെ നടക്കുന്നതിന് എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ തരുന്ന പ്രതിഫലമാണെന്നാണ് എൻ്റെ വിശ്വാസം. മിറക്കിളുകളുടെ ഒരു പെരുമഴയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്, എൻ്റെയും കുടുംബത്തിൻ്റെയും. എൻ്റെ വീട് ആലപ്പുഴയാണ്. എൻ്റെ പേര് PJ ജയമോഹൻ. ഇതെൻ്റെ മകളാണ്, ഇതെൻ്റെ മകൻ, ഏക കുഞ്ഞ്. 2 പേരും ബിടെക് പാസ്സായി സിംഗപ്പൂരിൽ എൻജിനീയറിംഗ് ജോലി ചെയ്യുന്നു. എൻ്റെ മകള് 2021 ഗർഭവതിയായപ്പോൾ 4-ാം മാസമാണ് ചേർത്തല കിൻഡറിൽ കൊണ്ടുപോയി പരിശോധന ആരംഭിക്കുന്നത്. ആദ്യത്തെ പരിശോധനയിൽ തന്നെ ഉദരശിശുവിൻ്റെ സ്കാനിങ്ങിൽ ഡോക്ടർ എന്തോ ഒരു അവ്യക്തത പറഞ്ഞു. ചബ്ബി ബേബിയെപ്പോലെ തോന്നുന്നു, ഉദരം തീരെ ചെറുതാണ്, ഫ്ലൂയിഡ് ഭയങ്കരമായി കെട്ടിക്കിടക്കുന്നു. ഇതെല്ലാം ഹൈ റിസ്കിൻ്റെ ലക്ഷണമാണ്. തിരിച്ച് കിൻഡറിൽ നിന്ന് വരുമ്പോൾ അന്ന് നിങ്ങൾ ഓർക്കണം, കൊറോണയുടെ നല്ല വ്യാപനത്തിൻ്റെ സമയമാണ്. സെക്യൂരിറ്റിയുടെ അടുത്ത് നിന്ന് പ്രത്യേക പെർമിഷൻ വാങ്ങി ഈ നട, ഞാൻ പറയുന്നത് എൻ്റെ മടിത്തട്ടെന്നാണ്.
എപ്പോഴൊക്കെ ആ മടിത്തട്ടിൽ ഞങ്ങളുടെ കണ്ണീര് വീണിട്ടുണ്ടോ, അമ്മ അന്നൊക്കെ വെറുതെ തുടയ്ക്കുകയല്ല, മടിയിൽ ചേർത്ത് പിടിച്ച് തുടച്ച് തന്നിട്ടുണ്ട്. അന്നും എൻ്റെ മോളുമായി, എൻ്റെ ഭാര്യയുമായി പ്രിനു വന്ന് സിംഗപ്പൂരാണ്. ഇവിടെ വന്ന് അമ്മയുടെ മുമ്പിൽ കുറേ കണ്ണീരൊഴുക്കിയിട്ട് പറഞ്ഞു, അമ്മേ, എൻ്റെ മകളുടെ കുഞ്ഞ് അവരുടെ പ്രതീക്ഷയാണ്. അമ്മ തന്നെ ഉദരത്തിൽ ചെന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തണം. ദിവസങ്ങൾ കടന്നു. സ്കാനിങ് റിപ്പോർട്ട് ഓരോ പ്രാവശ്യവും ചെല്ലുമ്പോഴും വളരെ വേഴ്സ്റ്റായി വരുന്നു. 6-ാം മാസത്തെ പരിശോധനയിൽ കിൻഡറുകാർ പറഞ്ഞു, വി ആർ ഹെൽപ്ലെസ്, ഫീറ്റൽ എക്സ്പേർട്ടിനെ കാണണം. അവസാനം അമൃതയിലെ പെർനറ്റോളജി ഹെഡ് വിവേക് സാറിനെ പോയി കണ്ടു. അദ്ദേഹം സ്കാൻ ചെയ്ത് ആ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് സിസ്റ്റത്തിലിട്ട് കാണിച്ചു. ഒന്നേ നോക്കിയുള്ളൂ ഈ പൊന്നോമനയെ, ചബ്ബി ബേബി എന്ന് പറഞ്ഞത് കറക്റ്റ്. എന്നിട്ട് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം പറഞ്ഞു, അന്നനാളവും ശ്വാസനാളവും ഒട്ടിപ്പോയി, ശ്വാസനാളത്തിനൊരു സുഷിരവുമായി അധികം താമസിയാതെ അന്നനാളം 2ആയി അറ്റുമാറും. നിങ്ങൾ ഓർക്കണം, 6 മാസമാണ് കുഞ്ഞ്. ഒന്നും നോക്കിയില്ല. അവർ പറഞ്ഞു ഫ്ലൂയിഡ് ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നു, അതുകൊണ്ട് നേരത്തെ അഡ്മിറ്റ് ചെയ്ത് ഫ്ലൂയിഡ് എടുത്ത് മാറ്റണം. എന്നാലും ഞങ്ങൾക്കൊരു പ്രതീക്ഷയുമില്ല. തിരിച്ച് നേരെ വന്നത് എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ ജീവിതത്തിലെ, എനിക്ക് കരം തന്ന് കൂടെ നടക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് കരം തന്ന് എന്നെ ധൈര്യപ്പെടുത്തുന്ന ജോസഫ് അച്ഛൻ്റെ അടുക്കലേക്കാണ്. അച്ഛൻ എൻ്റെ മകളെ ആശീർവദിച്ചിട്ട് പറഞ്ഞു, ധൈര്യമായി പോ, അച്ചായൻ്റെ കൂടെ അമ്മയുള്ളതല്ലേ. ആ വിശ്വാസത്തിൽ തിരികെ പോന്നു. 8-ാം മാസം അവർ പറഞ്ഞു, പ്രിമച്വർ ഡെലിവറി ചെയ്ത് കുഞ്ഞിനെ എടുത്താൽ കുഞ്ഞിനെ സർജറി ചെയ്യാൻ പറ്റുകയില്ല. ഹൈ റിസ്ക് ആണെങ്കിലും നമ്മളൊരു ഇത് റിസ്ക് എടുക്കാൻ പോവുക. ഇവിടെ നേരത്തെ വന്ന് അഡ്മിറ്റ് ചെയ്യും, ഫ്ലൂയിഡ് എടുത്ത് മാറ്റട്ടെ, കുഞ്ഞിന് പരമാവധി മെച്യൂരിറ്റി കിട്ടട്ടെ, എന്നിട്ട് സർജറിയിലൂടെ മോളുടെ ഉദരത്തിൽ നിന്നും കുഞ്ഞിനെ എടുക്കാം, എന്നിട്ട് കുഞ്ഞിൻ്റെ സർജറി നടത്താം വിതിൻ സെക്കൻഡ്സ്. ഞാനന്ന് എന്തോ മാതാവ് എന്നെ പരീക്ഷിച്ചാണ്. ഞാൻ അച്ഛനെ കാണുവാൻ അപ്പോയിൻമെൻ്റ് എടുത്തു. അന്ന് ഞാൻ പറഞ്ഞില്ലേ, കൊറോണയുടെ കാലമാണ്. ഫോണിലൂടെ വിളിച്ച് എൻ്റെ മോളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് എൻ്റെ മനസ്സിൻ്റെ വേവലാതിയിൽ കഴുകാൻ വെച്ചിരുന്ന ലോഷൻ എടുത്ത് വെള്ളമാണെന്നും പറഞ്ഞെടുത്ത് വലിച്ചു കുടിച്ചു. കത്തി ഇറങ്ങിപ്പോയി. ഞാൻ അഡ്മിറ്റായി ആശുപത്രിയിൽ, വയറ് കഴുകണം. എൻ്റെ മോനുമായി മോൾ അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ കുറേ നേരം പ്രാർത്ഥനയിൽ മുഴുകിയിട്ട് ഒരു വിശുദ്ധ തൈലം മുക്കിയ പഞ്ഞി ഡപ്പയിലിട്ട് എൻ്റെ മകളുടെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നീ തിയേറ്ററിൽ കയറും വരെ, ലേബർ റൂമിൽ കയറും വരെ വിശ്വാസ പ്രമാണം ചൊല്ലി അടിവയറ്റിൽ കുരിശടയാളം വരച്ചിട്ട് പോകും. തിരിച്ചു വരുമ്പോൾ നീ വന്ന് അമ്മയോട് നന്ദി പറയണം. എനിക്കും അവൾ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊന്നും വേണ്ടായിരുന്നു. വൈദ്യശാസ്ത്രം എന്ത് വേണേ പറഞ്ഞോട്ടെ, എനിക്ക് ആ വാക്ക് മതി. അച്ഛൻ എപ്പോഴും പറയാറുള്ള വാക്ക്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ക്രെഡിറ്റ്, ഗ്രേസ്. മെറിറ്റ് നഷ്ടപ്പെടുന്നിടത്തെ അമ്മയ്ക്ക് അവകാശമുള്ളൂ. അല്ലെങ്കിൽ നമ്മളെല്ലാം പറയുമോ അത് അമൃതയിലെ സർജൻ്റെ പ്രത്യേകതയായിരുന്നു എന്ന് പറയും. അവസാനം പ്രിമച്വർ ഡെലിവറി ഒരുമാതിരിയൊക്കെ എത്തിച്ച് മോളെ ലേബർ റൂമിലോട്ട് കയറ്റുകയാണ്. മുടങ്ങാതെ എൻ്റെ ഉടമ്പടി തൈലം ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. അവിടെ ഗസ്റ്റ് ഹൗസിലാണ് മുറിയെടുത്തിരിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, കൊറോണയാണ്, എനിക്ക് മാത്രമേ അകത്ത് ലേബർ റൂമിൻ്റെ വാതിക്കൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത്രയും ദിവസം അഡ്മിറ്റായി 10-15 ദിവസം കഴിഞ്ഞിട്ടും പ്രഭാതത്തിലെ ഉടമ്പടി തിരി 2 കൊണ്ടുപോയിട്ടുണ്ട് ആവശ്യത്തിന്. പ്രഭാതത്തിലെ ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും
സന്ധ്യാ നേരത്തെ ഉടമ്പടി പ്രാർത്ഥനയും ഞാനും എൻ്റെ ഭാര്യയും മുടക്കാതെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അമ്മയുടെ ഒരു ഫോട്ടോ മുറിയിൽ വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ വൈഫ് പൂപറിച്ച് വെക്കും. കണ്ണീരോടെ ഇവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ വിളിച്ചിട്ട് നേരെ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നു. ഓപ്പറേഷൻ്റെ തലേ ദിവസം ഡോക്ടർ ആ ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞു. വിശ്വാസത്തിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. ഡോക്ടർ പറഞ്ഞു, എന്നെ പേരാ വിളിച്ച്, ജയമോഹൻ, വി ആർ ഹെൽപ്ലെസ്. 80% നമ്മൾ സർജറി ചെയ്താലും കുഞ്ഞ് രക്ഷപ്പെടത്തില്ല. 20% മാത്രമേ നമുക്കുള്ളൂ. ഞാൻ ഡോക്ടറിനോട് കൈകൊണ്ട് കാണിച്ചു, ഡോക്ടറെ ഒരു നിമിഷം എൻ്റെ ഉടമ്പടി കാശുരുവെടുത്ത് കൈവെള്ളയിൽ തിരികെ പിടിച്ചുകൊണ്ട് ഏങ്ങിയാണ് പറഞ്ഞത്, എൻ്റെ അമ്മയെ നീ മാത്രമേ ഉള്ളൂ. എന്നിട്ട് അമ്മ തോന്നിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴെൻ്റെ നാവിൽ നിന്ന് ഡോക്ടറിൻ്റെ അടുത്ത് വന്നു. അത് അവർ മെഡിക്കൽ കോൺഫറൻസ് കഴിഞ്ഞാണ് വന്നിരിക്കുന്നത്. സർജനുണ്ട്, പെർനറ്റോളജി ഹെഡുണ്ട്, പീഡിയാട്രിക് ഡോക്ടറുണ്ട്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ 20% ഡോക്ടറിൻ്റെ വക്കലുണ്ടല്ലോ, ബാക്കി 80%വുമായി ഒരാൾ തിയേറ്ററിലുണ്ടാകും. ഡോക്ടർ പണ്ടടിച്ച് പരസ്പരം നോക്കുക, ഇതാരാ? ഞാൻ ഈ ഉടമ്പടി കാശുരവും കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അമ്മ. 20% എൻ്റെ കുഞ്ഞിനെ രക്ഷയുമായി അമ്മ തിയേറ്ററിലുണ്ടാകും ഡോക്ടറെ. ഡോക്ടർ എന്നെ തട്ടിയിട്ട് പറഞ്ഞു, കൂടെ പോര്. വെന്റിലേറ്റർ ട്രോളിയാണ്. എന്നോട് പറഞ്ഞു, ആരെയും കൊണ്ടുപോകില്ല. എന്നോട് പറഞ്ഞു, കൂടെ പോരെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്കൊരു പെർമിഷൻ കൂടെ വേണം. ഈ ട്രോളി ലിഫ്റ്റ് ഇറങ്ങി അവിടെ തിയേറ്ററിൻ്റെ അവിടെ ചെല്ലുന്നത് വരെ എനിക്ക് കുഞ്ഞിൻ്റെ ട്രോളിയുടെ മുകളിൽ ഈ ഉടമ്പടി കാശുരൂപം പിടിച്ച് കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ഉച്ചത്തിൽ, ഞാൻ മാത്രം കേൾക്കണതിനേക്കാൾ ഒരല്പം ഉച്ചത്തിൽ എനിക്ക് ചൊല്ലണം. എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തു. ഞാൻ അവിടെ നിന്ന് തിയേറ്റർ വരെ എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശടയാളം വരച്ച് എൻ്റെ കുഞ്ഞിനെ യാത്രയാക്കി. തിയേറ്ററിൻ്റെ കവാടം തുറന്ന് 8.5 മണിക്കൂർ നീണ്ട സർജറിക്ക് ശേഷം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് പീഡിയാട്രിക് സർജൻ മോഹൻ സാറ് പുറത്തു വന്നു. എൻ്റെ 2 കരവും പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ആ ഒരു വാക്കുണ്ടല്ലോ, 80% രക്ഷയുമായി എൻ്റെ അരികിലുണ്ടാവുമെന്ന്, എനിക്കത് ഫീൽ ചെയ്തു. എന്തൊരു പോസിറ്റീവ് എനർജി ആയിരുന്നറിയാമോ എനിക്ക് സർജറിയുടെ സമയത്ത്. സർജറി സക്സസ്സാണ്. പക്ഷേ വെന്റിലേറ്ററിലാണ് കുഞ്ഞ്. ഓക്സിജൻ ലെവല് ക്രമാതീതമായി താന്നു പോകുന്നു. 10 ദിവസമായി വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ ഡോക്ടർ അനുവാദം ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല ഡോക്ടറെ, അമ്മയുണ്ട് അവിടെ. അവസാനം ഓഗസ്റ്റ് 24 എൻ്റെ ഓർമ്മ, ഒരു ചൊവ്വാഴ്ച. തിയേറ്ററിൻ്റെ പുറത്ത് വെന്റിലേറ്ററിൽ കിടക്കുക കുഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ്. ഞങ്ങൾ ഓരോരുത്തരും മാത്രമേ പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഞാനും അവിടെ ഇരിക്കുക. ഉടമ്പടി ധ്യാനം തുടങ്ങി. ഞാൻ മൊബൈലെടുത്ത് പൊക്കിപ്പിടിച്ച് ഉടമ്പടി ധ്യാനത്തിൽ മനസ്സ് മുഴുവൻ ഏകാഗ്രമായി നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രാർത്ഥന ഇവർക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞിൻ്റെ കണ്ടീഷനും അറിയാം, ബാക്കി പാരൻസ് അവരെല്ലാം അതേ രൂപത്തിൽ തന്നെ വളരെ ഭക്തിയോടെ ഇരിക്കുകയാണ്. മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. അവസാനം അച്ഛൻ്റെ സൗഖ്യപ്രാർത്ഥന. ഈ സമയത്ത് അറിയാതെ കുഞ്ഞ് ഇതിൻ്റെ അപ്പുറത്ത്, മതിലിൻ്റെ അപ്പുറത്ത്, വെന്റിലേറ്റർ റൂമിൻ്റെ അപ്പുറത്ത് റമ്പിൽ, ഞാൻ അറിയാതെ എഴുന്നേറ്റ് ഈ മൊബൈൽ കുഞ്ഞിൻ്റെ നേരെ പിടിച്ചുകൊണ്ട്, അപ്പോൾ വിശുദ്ധ കുർബാനയുണ്ട്, അമ്മയുണ്ട്, വിശുദ്ധ കുരിശുണ്ട് മൊബൈലിൽ അല്ലേ, ഉടമ്പടി ധ്യാനം നടക്കുമ്പോൾ. ഞാനിങ്ങനെ കുഞ്ഞിൻ്റെ നേരെ പിടിച്ചിരിക്കുക. എനിക്കറിയാം ഇന്നിവിടെ എന്തെങ്കിലും സംഭവിക്കും. കാരണം ഉടമ്പടിയുടെ ഏറ്റവും വലിയ മുഹൂർത്തമായ ധ്യാനം നടക്കുക. അവസാനം ഞാനൊരു വാക്ക് കേട്ടു, വെന്റിലേറ്ററിൽ കഴിയുന്ന കുഞ്ഞ് പൂർണ്ണ സൗഖ്യം പ്രാപിക്കുന്നു. ബഹുമാനായ ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയുടെ അനുഭവം. ഞാൻ ഉച്ചത്തിൽ അറിയാതെ എൻ്റെ അമ്മയെന്ന് വിളിച്ചപ്പോഴേ ഞാൻ നോക്കുമ്പോൾ ചുറ്റും നിൽക്കുന്ന ഹൈന്ദവരും ക്രിസ്ത്യാനികളും മുസൽമാനും എല്ലാം ഇതിങ്ങനെ കരംകൂപ്പി കുനിഞ്ഞു നിൽക്കുകയാണ്. അവരെല്ലാം പ്രാർത്ഥനയിലാണ്. ഒരു വലിയ കൂട്ട പ്രാർത്ഥന അവിടെ നടന്നു. വൈകിട്ട് 6:30 ഡോക്ടർ മോഹൻ സാറ് സർജൻ
റൗണ്ട്സ് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, എന്താണ് കണ്ണീരൊക്കെ മാറിയില്ലേ? ഞാൻ പറഞ്ഞു, മാറി ഡോക്ടറെ, എനിക്ക് ഉറപ്പുണ്ട്. വെന്റിലേറ്റർ ഓഫ് ചെയ്തു, കുഞ്ഞിൻ്റെ ഓക്സിജൻ ലെവൽ കറക്റ്റായി. ഞാൻ സമയം ചോദിച്ചു. ഇവിടെ അമ്മ കരമുയർത്തി ആശീർവദിച്ച നിമിഷം എൻ്റെ കുഞ്ഞിൻ്റെ ഓക്സിജൻ ലെവല്, ഈ പൊന്നുമോൻ്റെ ഓക്സിജൻ ലെവല് നേരെ കറക്റ്റായി കിട്ടി. വെന്റിലേറ്റർ ഓഫ് ചെയ്തു. നിങ്ങൾ ഓർക്കണം, ചബ്ബി ബേബി എന്ന് പറഞ്ഞതാണ് ഈ കുഞ്ഞിനെ. ഞാൻ കണ്ടതാണ്, എൻ്റെ മോളും കണ്ടതാണ്. കരച്ചിലായിരുന്നു ഞങ്ങൾ. നിങ്ങൾ ആ പൊന്നുമോൻ്റെ മുഖമൊന്ന് നോക്കിക്കേ. വൈദ്യശാസ്ത്രം പറഞ്ഞ ചബ്ബി ബേബി ആണോ നമ്മുടെ പൊന്നോമന? ഇത് അമ്മയുടെ കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ 47-ാം ദിവസം ഞങ്ങൾ കൃപാസനത്തിൽ നിന്ന് വരുമ്പോൾ ആർക്കും പ്രവേശനമില്ല. സെക്യൂരിറ്റിയോട് വിത്ത് പെർമിഷൻ ചോദിച്ച് നേരെ ഇവിടെ വന്നപ്പോൾ ഭാഗ്യത്തിന് അച്ഛൻ്റെ ആരാധന നടയിൽ നടക്കുകയാണ്. പ്രത്യാശയോടെ, നന്ദിയോടെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. നന്ദിയോടെ കുഞ്ഞിനെ ഞാനിങ്ങനെ പൊക്കി പിടിച്ച് അമ്മയുടെ മടിത്തട്ടിൽ കിടത്തുന്നതായി ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട് ഈശോയോട് പറഞ്ഞു, ഇനി അപ്പുറം ഞങ്ങൾക്ക് നന്ദിയില്ല. ആരാധന കഴിഞ്ഞ് അച്ഛൻ വന്ന് കുഞ്ഞിനെ തലോടി ബ്ലെസ് ചെയ്തിട്ട് പറഞ്ഞു, ഇതാണ് അമ്മ, അച്ചായൻ്റെ കൂടെ നടക്കുന്ന അമ്മ. അതെ, ഇതാണ് അമ്മ. ഞാൻ ക്യാൻസറിൻ്റെ 4th സ്റ്റേജ് കഴിഞ്ഞവനാണ്. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചതാണ്. എൻ്റെ അവസാനം വന്നത് വോക്കൽ കോഡിനാണ്. ശബ്ദം പോയെന്ന് പറഞ്ഞു. 10 മടങ്ങ് ശക്തിയോടെ ശബ്ദം അമ്മ തിരിച്ചു തന്നു. എന്നെ പാലിയേറ്റീവ് കെയറിലാണ് ഡോക്ടർ കൊണ്ട് ആക്കിയത്, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചിട്ട്. അന്ന് ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഒരു സംസ്ഥാന ലെവലിൽ വർക്ക് ചെയ്യേണ്ടിരുന്ന. അന്ന് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ, ഇനി എൻ്റെ നാവ്, എൻ്റെ ശബ്ദം അമ്മയ്ക്കാണ്. അങ്ങനെ രാഷ്ട്രീയത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളെയും ഉപേക്ഷിച്ച് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്നും പ്രതിജ്ഞയോടെ ഞാനും എൻ്റെ കുടുംബവും കടപ്പെട്ടിരിക്കുന്നു. അമ്മേ, നന്ദിയുടെ 1000 നറുമലരുകൾ. ഈശോയെ നന്ദി.